വണ്ടിപ്പെരിയാർ മേഖലയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലുണ്ടായത് 3 അപകടങ്ങൾ. ശബരിമല തീർത്ഥാടകരുടെ 2 വാഹനവും ചരക്ക് കയറ്റാൻ പോയ പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ആദ്യ അപകടം നടക്കുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ വാൻ വണ്ടിപ്പെരിയാർ 57-ാം മൈലിന് സമീപം എത്തിയപ്പോൾ റോഡിൽ നിന്നും നിയന്ത്രണം വിട്ട് തെന്നിമാറിയാണ് അപകടത്തിൽപ്പെട്ടത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം മുൻപേ പോകുകയായിരുന്ന ലോറിയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വാഹനം റോഡിൽ നിന്നും തെന്നിമാറി അപകടത്തിൽപ്പെട്ടത്. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. 17ഓളം അയ്യപ്പ ഭക്തരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വെളുപ്പിനെ 3 മണിയോട് കൂടിയാണ് മറ്റൊരു അപകടം ഉണ്ടാകുന്നത്. വണ്ടിപ്പെരിയാർ വാളാടിക്കവലയ്ക്ക് സമീപം പിക്കപ്പ് വാൻ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറി മൺഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. തമിഴ്നാട് തേനിയിൽ നിന്നും ചരക്ക് കയറ്റുന്നതിന് വേണ്ടി റാന്നിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ തുടർന്നാണ് വണ്ടിപ്പെരിയാർ 57-ാം മൈൽ ട്രിനിറ്റി സ്കൂളിന് സമീപം രാവിലെ 8 മണിയോടുകൂടി മറ്റൊരു അപകടം ഉണ്ടാകുന്നത്. കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ ശേഷം ദേശീയപാതയിൽ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് കൂടി വരികയാണ്. ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അമുൽ രാജ മരണപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.